ചെയ്യുന്ന ഷോർട്സിനൊക്കെ വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നല്ല വ്യൂസ് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് വ്യൂസ്, അപ്ലോഡിംഗ് ടൈമർ, ടിപ്സ് ഫോർ അപ്ലോഡിംഗ്, അതേപോലെ തന്നെ എഡിറ്റിംഗ് ടിപ്സ്, ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ആസ് എ ബിഗിനർ എന്നുള്ളൊരു നിലയിൽ നമുക്ക് ആദ്യമേ തന്നെ 10Kയും 1K ഒന്നും അടിക്കണമെന്നില്ല. കാരണം അത് നമ്മുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ പയ്യെ ഈ ഒരു കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് ഇത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ആദ്യം തന്നെ ടൈമിനെ പറ്റി പറയാം. നമ്മൾ ഏതൊക്കെ സമയത്താണ് നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്ന് രാവിലെ ഒരു 7 മണിക്കോ 8:30ക്കോ ഇടയ്ക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പം എനിക്ക് യൂഷ്വലി കുറച്ചധികം വ്യൂസ് കൂടുതൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി നൈറ്റ് ആണെങ്കിൽ ഒരു 7:15-നും 8:45-നും ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പം എനിക്ക് കുറച്ചധികം വ്യൂസ് കൂടുതൽ കിട്ടാറുണ്ട്. ആ ഒരു സമയത്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഈ യൂട്യൂബിൽ എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഏത് സമയത്താണെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഏത് സമയത്താണോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ ഇപ്പം രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടും വീഡിയോസ് കാണുന്ന സമയം എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ ഈ 3 സീസിനെ പറ്റിയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. കണ്ടന്റ്, ക്ലാരിറ്റി, കൺസിസ്റ്റൻസി. ഇത് 3ഉം നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടുകയുള്ളൂ. ഇത് വെറുതെ പറയുമല്ല. മെയിനായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസ് കിട്ടുകയുള്ളൂ. ഒരു ദിവസം 2 ഷോർട്സ് എന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വ്യൂസ് കിട്ടും. ഇനി ടിപ്സിൻ്റെ കാര്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല സ്റ്റെബിലൈസേഷൻ വേണം. അപ്പോൾ സ്റ്റെബിലൈസേഷൻ എന്താണെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഷേക്കിംഗ് ഒന്നും കൂടാതെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതിനെയാണ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഇല്ലാത്ത നിങ്ങൾക്ക് വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ആപ്പിലാണോ എഡിറ്റ് ചെയ്യുന്നത് ആ ആപ്പിൽ സ്റ്റെബിലൈസ് ചെയ്യാനൊരു ഓപ്ഷൻ കാണും. ഇപ്പോൾ ഞാൻ ക്യാപ്കട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പോസ്റ്റ് ചെയ്യാറ് മിക്കപ്പോഴും രാവിലെ 7 മണിക്കും അതേപോലെ വൈകിട്ട് ഒരു 7:30 കഴിഞ്ഞുള്ള ഒരു സമയത്ത് 7:30ക്കും 8:00-നും ഇടയ്ക്കുള്ള ഒരു സമയത്തായിരിക്കും ഞാൻ മിക്കപ്പോഴും പോസ്റ്റ് ചെയ്യാറ്. പിന്നെ ലോങ് വീഡിയോസിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓരോ സമയത്ത് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് വരികയാണ്. ഏത് സമയത്താണ് എൻ്റെ കൂടുതലായിട്ടും എൻഗേജിങ് ആയിട്ട് ആൾക്കാരുള്ളതെന്ന് ഇങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വേണ്ടൊരു കാര്യമാണ്. ഇനി വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഏതൊരു ഫോണിലോ ഏതൊരു ക്യാമറയിലോ വീഡിയോ എടുക്കുന്ന ആയിക്കോട്ടെ മാക്സിമം അതൊരു നമ്മൾ സ്റ്റെബിലൈസിൽ എടുക്കാൻ നോക്കുക. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല രീതിക്ക് എവിടെയെങ്കിലും അനക്കമൊന്നും തട്ടാത്ത രീതിക്ക് വെച്ച് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഏരിയയിൽ വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആകും. നമ്മുടെ വീഡിയോസിന് കണ്ണിൽ കാണുന്ന ഫിൽറ്റേഴ്സൊക്കെ വാരി വലിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പം വീഡിയോസ് മാക്സിമം നോർമൽ ക്യാമിൽ തന്നെ എടുക്കാൻ നോക്കുക. കൂടുതൽ ഫിൽറ്റർ ഒന്നും ഇടാതിരിക്കുക. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കൂടുതൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റീനെ അത് ബാധിക്കാൻ നല്ല രീതിക്ക് അത് സഹായിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഒരു ഫിൽറ്റർ ഇട്ടു, അത് എടുക്കാൻ നേരത്തെ വേറെ ഫിൽറ്റർ ഇട്ടു, അതെല്ലാം കൂടെ കൂടി ഒരുമാതിരി ഒരു വല്ലാത്തൊരു പ്രാകൃത കോലത്തിലെത്തും. ക്ലാരിറ്റീനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്മൾ നോർമൽ ക്യാമിൽ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോസ് എടുക്കാൻ. അപ്പം മാക്സിമം നമ്മൾ നോർമൽ ക്യാമിൽ തന്നെ വീഡിയോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നെങ്കിൽ ട്രൈപോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ആ 3 സീസിൽ പെടുന്നൊരു കാര്യമാണ് കണ്ടന്റ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കണ്ടന്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് കീപ്പ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നല്ല രീതിക്ക് നമ്മൾ കണ്ടന്റ് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് ആയിരിക്കും ഫ്യൂച്ചറിൽ നമ്മുടെ വീഡിയോസ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനെ ബേസ് ചെയ്ത് വേണം പിന്നീട് നമ്മൾ വീഡിയോസ് ഇടാൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏത് കണ്ടന്റ് ആണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ കണ്ടന്റിൽ തന്നെ നമ്മൾ മുമ്പോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക.